വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, അടിപൊളിയാണ്. നമ്മുടെ പരീക്ഷ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കിഡിലൻ ചാപ്റ്ററുമായിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. ഏതാ ചാപ്റ്റർ, ഏതാ ചോദ്യം? നിങ്ങളുടെ ഈ പരീക്ഷയ്ക്ക്, അതായത് ഈ നടക്കുന്ന പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാറ് വന്നിട്ടുള്ളത്. ഇതൊക്കെ ഞാനിപ്പോ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. പരീക്ഷാ പേപ്പർ നിങ്ങൾ കാണുമ്പം ഓക്കെ, അതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഏതാണ് ആ ചോദ്യം? ഒരൊറ്റ ചോദ്യം മാത്രമേ നമ്മൾ ഓരോ പ്രഡിക്ഷൻ വീഡിയോയിലും പറയുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾ ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. കാര്യം മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ടൈപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കുക, കഴിഞ്ഞ വർഷത്തിന്റെ പുസ്തകം മാറിയില്ലേ സാറേ എന്ന്. മക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് 9ാം ക്ലാസ്സിലുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. ഈ ചാപ്റ്റർ ഏതാ ചാപ്റ്റർ പറഞ്ഞുതരാം. ആ ചാപ്റ്റർ നേരെ 8ലേക്ക് മാറ്റിയതാണ്. ഓക്കെ, അപ്പൊ ആ ചാപ്റ്ററിൽ നിന്ന് കിടിലും ക്വസ്റ്റ്യൻ ആണ്, ഒരേപൊളി ക്വസ്റ്റ്യൻ ആണ്, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതാണ് ക്വസ്റ്റ്യൻ? ഇതാണ് ചോദ്യം. ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചാൽ ഡെസിമൽ ഫോംസ് എന്ന് പറയുന്ന, ദശാംശ രൂപം എന്ന് പറയുന്ന കിടിലം ചാപ്റ്റർ ആണ്. ആ ചാപ്റ്ററിൽ നിന്നുള്ള ഇതാണ് ചോദ്യം. എടാ, നമുക്ക് വേഗം ഇതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാം. ചോദ്യം നന്നായിട്ട് വായിക്കുക. ആദ്യം ക്ലാസ് കാണുന്നതിന് മുമ്പേ ഒന്ന് ലൈക്ക് ചെയ്തേ. ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫീഡ്ബാക്ക് കൂടെ ഇട്ട് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ. നോക്ക്, ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 5.875 കിട്ടി. സംഖ്യകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഈ സംഖ്യകളുടെ വ്യത്യാസം ഏത്, ഈ സംഖ്യകളുടെ തുക എന്ത്, അങ്ങനെയൊക്കെ ഇവര് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങളോട് പറയാനുള്ള കാര്യവും, ഈ ചോദ്യത്തിൽ എന്റെ പൊന്നുമുത്തെ ഇങ്ങനെ ഒരു ചോദ്യം വന്നാല് ഇനി എന്തെന്നാ ഇനി ചെയ്യേണ്ടത്? ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക. നോക്ക്, ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ 5.875 കിട്ടി. ആദ്യം ഇനി എന്തെന്നാ ചെയ്യേണ്ടത് അറിയോ? രണ്ടക്ക സംഖ്യകൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ 5.875 എന്ന് പറയുന്ന ആ ഒരു നമ്പർ, 5.875 എന്ന് പറയുന്ന ആ ഒരു നമ്പർ നിങ്ങൾ ഫ്രാക്ഷനിലോട്ട് മാറ്റുക. ഭിന്നസംഖ്യ എങ്ങനെയാണ് അതിന്റെ ഭിന്നസംഖ്യ? നോക്കുക, ഇവിടെ 3 സ്ഥാനം മുന്നെയാണ് പോയിന്റ്, 3 പ്ലേസ് മുന്നെയാണ് പോയിന്റ്. അങ്ങനെ 3 പ്ലേസ് മുന്നെയാണ് പോയിന്റ് എങ്കിൽ അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ആ നമ്പർ ആ നമ്പർ അതേപോലെ എഴുതുക. 5875 പോയിന്റ് ഒഴിവാക്കിയിട്ട് നമ്പർ എഴുതുക. 3 പ്ലേസ് മുന്നേലെ പോയിന്റ്, അതുകൊണ്ട് 3 പൂജ്യം ഇടുക. 3 ആയതുകൊണ്ടാണ് 3 പൂജ്യം ഇടുന്നത്. ഇതിപ്പോ എന്താ സംഭവം നോക്ക്. ഒരു 4 അക്ക സംഖ്യനെ മറ്റൊരു 4 അക്ക സംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് ഈ സാധനം. റെഡിയാണോ? ഒരു 4 അക്ക സംഖ്യയെ മറ്റൊരു 4 അക്ക സംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് ഇത്, 5.875. റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ വെട്ടിച്ചെറുതാക്കാൻ നിങ്ങൾക്ക് അറിയോ? വെട്ടിച്ചെറുതാക്കാം. ഇത് വെട്ടി ചെറുതാക്കിയിട്ട് രണ്ടക്ക സംഖ്യ ആക്കി മാറ്റുക. അപ്പൊ എങ്ങനെ ഇത് വെട്ടിച്ചെറുതാക്കാം? ഇതൊക്കെ കേട്ടോ. അതായത് ഇത് 5 കൊണ്ട് നമുക്ക് വെട്ടാം. 5875 നമുക്ക് 5 കൊണ്ട് വെട്ടാം. ഓക്കെ, 5 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാല് എന്റെ പൊന്നുമുത്തെ 5875 എത്ര 5 ഉണ്ട്? നമുക്കൊന്ന് അരിച്ചു നോക്കാം അല്ലെ. ഓക്കെ, നിങ്ങൾ അരിച്ച് ചെയ്ത് നോക്കട്ടോ. 10 15 50 ശിഷ്ടം 10 അല്ലല്ലോ, 11 വരൂലടാ. 11 വരൂലേ ചെങ്ങായി? 11 × 5 55, 55 3 37, 75 എത്രടാ? 35, റിമൈൻഡർ 2. അങ്ങനെ ഓരോന്ന് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ 5 25 0. അപ്പം ഇത് വെട്ടുമ്പോ എത്ര കിട്ടും? 1175 ബൈ 1000 എത്ര 5 ഉണ്ട്? 1000 5 പോവൂലേ? 1010 5ന്റെ 2, ആ 2 എഴുതുന്നു, പിന്നെ 3 പൂജ്യം എടുത്തു, 2 പൂജ്യം. കാര്യം 10 5 2 എന്നിട്ട് ഈ 2 പൂജ്യം എടുത്തെടുത്തായി. അപ്പൊ 1000 എത്ര 5 ഉണ്ട്? 200. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇതിന്റെ ഈ രൂപമാണിത്, ഇതിന്റെ മറ്റൊരു രൂപമാണിത്. ഇതെന്താ സംഭവം? അപ്പൊ ഇത് സെയിം ആണ്. അതായത് ഒരു 4 അക്ക സംഖ്യനെ മറ്റൊരു 3 അക്ക സംഖ്യ കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് അത്. റെഡിയാണോ? ഒരു 4 അക്കോ ഒരു 3 അക്കോ ഹരിച്ചാൽ കിട്ടുന്നതാണ് അവിടെ ഉള്ളത്. പക്ഷെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 രണ്ടക്ക സംഖ്യയാണ്. ഒരു മുകളിലുള്ളതും താഴത്തുള്ള രണ്ടക്ക സംഖ്യയാണ്. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ 2 കൊണ്ട് വെട്ടാം. അപ്പൊ ഞാൻ അടുത്ത് പേജ് എടുക്കാം, അവിടെ സെലലായിട്ട് ഒരു ഇടങ്ങർ. ഓക്കെ, 1175 5 കൊണ്ട് ഹരിക്കാൻ പോവാണേ. 5 1175 എത്ര 5 ഉണ്ട്? 2 5 10, റിമൈൻഡർ 1 7, 3 5 15, റിമൈൻഡർ 2,
25, 5 25, റിമൈൻഡർ 0, 235. കണ്ടോ, ഒന്നും കൂടെ 4 അക്ക സംഖ്യ ഒന്നുകൂടെ ചെറുതായി. 235 ഡിവൈഡഡ് ബൈ 200 ഡിവൈഡഡ് ബൈ 5. 200 എത്ര 5 ഉണ്ടടാ നിങ്ങൾക്ക് അറിയാലോ. 20 നിങ്ങൾക്കറിയാം. 20 4 അപ്പൊ 200 40. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇതാ ഒരു 3 അക്ക സംഖ്യയും മറ്റൊരു 2 അക്ക സംഖ്യയും എന്തായി? ഡിവൈഡ് ആയിട്ട് മാറി. ഒരു 3 അക്ക സംഖ്യയും മറ്റൊരു 2 അക്ക സംഖ്യ കൂടെ എന്ത് ചെയ്തു? ഡിവൈഡ് ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു 2 അക്കവും മറ്റൊരു 2 അക്കവും ആണ്. അപ്പൊ ഇവിടെ 3ഉം ഇവിടെ 2ഉം ആയി. ഇവിടെ റെഡിയാ. പക്ഷേ ഇവിടെ 3 അക്കാണ്. അത് വീണ്ടും നമ്മൾ വെട്ടാൻ വേണ്ടി പോവാം. 5 കൊണ്ട് വെട്ടിക്കേ. 235 എത്ര 5 ഉണ്ട് നമുക്ക് നോക്കാം. 235 5, 4 5 20, റിമൈൻഡർ 3 35. അപ്പൊ 7 5 35, റിമൈൻഡർ 0. അപ്പൊ 47 ആയിട്ട് മാറും അല്ലെ. അപ്പൊ 235 എത്ര 5 ഉണ്ടെന്ന് ചോദിച്ചാൽ 47 ആണ്. അതുപോലെ 40 എത്ര 5 ഉണ്ട് നിങ്ങൾ പറ. 40 എത്ര 5 ഉണ്ട്? 8 എണ്ണം. 8 5 40 അല്ലേടാ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ നോക്കൂ, ഞാൻ ഈടെ ഈ ചെങ്ങായിനെ 4 അക്കോ 4 അക്കോ അത് പിന്നെ 3 അക്കോ 4 അക്കോ 3 അക്കോ അത് പിന്നെ 3 അക്കോ 2 അക്കോ പിന്നെ 2 അക്കോ 1 അക്കോ അങ്ങനെ കുറഞ്ഞു വരിക. പക്ഷെ കുറഞ്ഞു വന്നിട്ട് ഒരു 2 അക്കത്തിന് മറ്റൊരു ഒരക്ക സംഖ്യ കൊണ്ടായിപ്പോയി. പക്ഷെ ഇവിടെ 2 അക്ക ആവണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെ 2 ആണ്, പക്ഷെ ഇവിടെ 1 ആയിപ്പോയി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ 2 അക്ക ആക്കണമെങ്കിൽ ഇതിന്റെ 2ന്റെ ഡബിൾ എടുത്താൽ മതി. രണ്ടിടത്തും, അതായത് മുകളിലും ഗുണിക്കുക താഴത്തും ഗുണിക്കുക. അതായത് ഇവിടെ 2 കൊണ്ട് ഗുണിച്ച് ഇതാ ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക. അതേ 2 ഇവിടെയും ഗുണിച്ച് നോക്ക്. എന്തിനാ സാറേ 2 കൊണ്ട് ഗുണിച്ചു എന്ന് ചില കുട്ടിക്ക് സംശയം ഉണ്ടാവും. മക്കളെ 2 അക്കം വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇതിന് 2ന്റെയും ഡബിൾ എടുത്ത് നോക്കുക. 47ന്റെ ഇരട്ടി എത്രടാ? 45ന്റെ ഇരട്ടി 90. 47ന്റെ ഇരട്ടി 94 ബൈ 8 × 2. ദേ നമ്മുടെ ഉത്തരം 16. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അറിയോ? ഈ സംഖ്യ നമുക്ക് ഇങ്ങനെ എഴുതാം. സംശയമുണ്ട് കാൽക്കുലേറ്ററിൽ 94/16 ഒന്ന് അടിച്ചു നോക്ക്. അപ്പൊ നിങ്ങൾക്ക് 5.875 ആയിരിക്കും കിട്ടുക. കിട്ടില്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏതൊക്കെയാണ് ആ സംഖ്യകൾ എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടും നമ്മുടെ ഉത്തരം നമ്പേഴ്സ് സംഖ്യകൾ. ഏതൊക്കെയാടാ? ആദ്യത്തെ സംഖ്യനെ നമ്മൾ എന്ത് വിളിക്കും? 94 എന്ന് വിളിക്കും. അടുത്ത സംഖ്യനെ നമ്മൾ എന്ത് വിളിക്കും? 16 എന്ന് വിളിക്കും. റെഡിയാണോ? നിങ്ങൾ അടിപൊളിയല്ലേ? അടിപൊളിയാണോ? അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ താഴെ കമന്റ് സെക്ഷനിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഇടുക. എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് സാറോട് നേരിട്ട് പറയണം കേട്ടോ. സാർ എങ്ങനെ ഉണ്ടായിരുന്നു, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സാറിന് മെസ്സേജ് അയക്കുക. പറ്റുന്ന ഞാൻ എല്ലാവർക്കും റീപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ റീപ്ലൈ തരുന്നുണ്ട്. ഇതാണ് സാറുടെ ഇൻസ്റ്റാഗ്രാം ID. ഈ ഇൻസ്റ്റാഗ്രാം ID-യിലൂടെ സാർക്ക് മെസ്സേജ് അയക്കുക. ഇനി അതില്ലാത്തവർ കഷ്ടപ്പെടേണ്ട, താഴെ കമന്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് ആയിട്ട് സാറ് ഈ ഫീഡ്ബാക്ക് ഇട്ട് തന്നാലും മതി. കാര്യം നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് ഞങ്ങൾ അത്രയും എന്ത് ചെയ്യുന്നത്, മോട്ടിവേറ്റഡ് ആക്കുന്നത്. ഈ ചോദ്യം നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഇതുപോലത്തെ കുറെ കണ്ടന്റ് വീഡിയോസ് സാറ് ഓരോന്നായിട്ട് നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ തരണം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് സാറ് വീണ്ടും കാണാം. ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉഷാറായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.